പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൈക്രോബയോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുകളാണ്. ഇന്ന് നമ്മൾ പറയാൻ വിചാരിക്കുന്നത് മൈക്രോബയോളജി ഓഫ് ഫുഡ് ഓർ ഫുഡ് മൈക്രോബയോളജിയാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ നിരന്തരം നമ്മൾ അറിഞ്ഞും അറിയാതെയും മൈക്രോബയോളജിയുമായി വളരെ അധികം അഭേദ്യമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഷയമാണ് നമ്മുടെ വീട്ടിലെ ഫുഡ് ഐറ്റംസ്. നമ്മൾ അറിഞ്ഞും അറിയാതെയും മൈക്രോബയോളജിയായിട്ട് റിലേറ്റഡ് ആണ്. ഇപ്പൊ നമ്മൾ പറയും, ഇത് കേടുവന്നു, അത് പുഴു വന്നു എന്നൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ ഇത് ഫംഗസ് വന്നു, നാച്ചുറൽ ആയിട്ട് നമ്മൾ പറയും. ഇങ്ങനെ നമ്മൾ പറയാൻ കാരണം, we can say that lots of microorganisms are inhabiting this type of items because they contain different type of carbohydrates, especially sugars. ഇതിലൊക്കെ മധുരം ഉണ്ട് അല്ലെ? എല്ലാ ഫ്രൂട്ടിന്റെയും പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിന് മധുരം ഉണ്ടാവും എന്നുള്ളതാണ്. മോസ്റ്റ് ഓഫ് ദം റയർ ആയിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ നാരങ്ങ, ചെറുനാരങ്ങ എന്ന് പറയുന്നത് പുളിയാണ്. മധുര നാരങ്ങ എന്ന് പറയുന്നത് എന്താണ്, നമുക്കറിയാം ഷുഗർ കണ്ടന്റ് ഉള്ളതാണ്. Anyway, whatever it may be, we can say that each and every food items, especially the fruits, especially the food varieties which contain different type of carbohydrates, different types of biomolecule. As you know, what is biomolecule? Biomolecules are those molecules which contain certain components which are actually encouraging our food diet. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഫുഡ് ഡയറ്റിലുള്ള എല്ലാ തരത്തിലുള്ള ന്യൂട്രിയൻസും മൈക്രോബ്സിന് വളരെ ഇഷ്ടമാണ്. So we can say that each and every microorganisms are always loving and affectionate with this type of food materials. So this topic is very, very important as far as our normal life is concerned. Moreover, our examinations are concerned. See, food supply consists of basically plants and animals or products derived from them. Food supply consists basically of plants and animals or products derived from them. Like food supply എപ്പോഴും വരുന്നത് ഇങ്ങനെയുള്ള ആനിമൽസിലും പ്ലാന്റിൽ നിന്നുമാണ്. It is understandable that our food supply can contain microorganisms in interaction with the food. It is understandable that our food supply can contain microorganisms in interaction with the food. These microorganisms use food supply as a source of nutrients for their own growth. These microorganisms use food supply as a source of nutrients for their own growth. ഇപ്പോൾ പലപ്പോഴും മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ആണ്. ദിസ് മൈക്രോ ഓർഗാനിസം യൂസ് ഫുഡ് സപ്ലൈ ആസ് സോഴ്സ് ഓഫ് ന്യൂട്രിയൻസ് ഫോർ ദെയർ ഓൺ ഗ്രോത്ത്. അങ്ങനെ അവരുടെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടി അവരെല്ലാം സർവ്വസമയവും ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. See, this will cause two possibilities. രണ്ട് പ്രധാനപ്പെട്ട പോസിബിലിറ്റീസ് ആണ് മൈക്രോ ഓർഗാനിസം ഫുഡിൽ ഉണ്ടാക്കപ്പെടുന്നത്. Either result in deterioration of food or spoil. ഒന്നെന്താ ചെയ്യാന്ന് വെച്ചാല് നശിപ്പിക്കും. ഒരുപാട് ഉപകാരങ്ങൾ മൈക്രോ ഓർഗാനിസം കൊണ്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്കറിയാം, ബ്രെഡ് 2 ദിവസം കഴിയുമ്പോൾ അതിന്റെ മുകളിൽ ഫംഗസ് വന്ന് അത് റൈസോപ്പസ് ആയി മാറും. ഇല്ല, ഇതൊക്കെ പലതരത്തിലുള്ള ഡിസീസാണ്. പലതരത്തിൽ ഇപ്പൊ കഴിഞ്ഞ കൊല്ലം എന്റെ കൂടെ പ്രൊജക്ട് ചെയ്ത കുട്ടികൾ നമ്മുടെ തളിപ്പറമ്പ് ഏരിയയിലുള്ള ഫ്രൂട്ട്സിലുള്ള ഇതായിരുന്നു, ഡിസീസ് ആയിരുന്നു. സോ ഇത് ഒരുപാട് ഐറ്റംസ് ഡിസീസ് നമുക്ക് കാണിക്കാൻ പറ്റും. ഐ എം നോട്ട് അറ്റ് ഓൾ ഗോയിങ് ടു discuss that topic. Anyway, we can say that microorganisms make two important possibilities. Either result in the deterioration of food, ഒന്നെങ്കിൽ അത് മുഴുവൻ ഫുഡ് പദാർത്ഥങ്ങളെയും നശിപ്പിക്കും, or അതല്ലെങ്കിൽ this interaction between microorganism and food gives beneficial to human. അതല്ലെങ്കിലോ ഒന്ന് നശിപ്പിക്കുകയാണ്, മറ്റൊന്ന് ഉപകാരം ഉണ്ടാക്കുക എന്നുള്ളത്. അതുകൊണ്ട് മൈക്രോ ഓർഗാനിസം നമുക്ക് കളയാൻ കഴിയില്ല, because they always make benefit to our society by producing different type of food varieties. For example, പറയാം നമുക്ക്, 2 species of Penicillium fungus are named after cheese. One of them, that is Penicillium roqueforti, give blue cheese like Roquefort. ഒരു ചീസ് എന്താണ്? We can say that one of them, 2 species are named after cheese. ചീസസിൽ നിന്നാണ് നെയിം ചെയ്തിരിക്കുന്നത്. ഒന്ന് we can say that gives blue cheese ആയി മാറും. Then cheese makers add this particular Penicillium roqueforti to the milk, so it present throughout the cheeses. അതുകൊണ്ട് പാല് മുഴുവനും ഈ പറയുന്ന we can say the cheese നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. The blue mold grow and produce the beautiful blue wine that characterize this cheese.
അങ്ങനെ blue mold, we can say that this will grow and produce these beautiful blue wines that characterize this cheese. അങ്ങനെ ചീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്യൂട്ടിയുടെ കാരണമായിട്ട് ഇങ്ങനെയുള്ള ഒരു മൈക്രോ ഓർഗാനിസം മാറുന്നു എന്നുള്ളതാണ് മൈക്രോ ഓർഗാനിസത്തിന്റെ ബെനിഫിഷ്യൽ ആസ്പെക്ട്സിൽ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം. ഹൗ മൈക്രോ ഓർഗാനിസം കോസ് ഡിറ്റോറിയേഷൻ ഓഫ് ദ ഫുഡ്. എങ്ങനെയാണ് ഈ മൈക്രോ ഓർഗാനിസം ഫുഡിനെ കളയുന്നത് അല്ലെ ചീത്തയാക്കുന്നത്? When they utilize the nutrients of the food, it involved changes in the food components like synthesis a new compound that cause spoiling of the food, or produced enzymatic changes and contributing of flavors by means of breakdown of products. Produce enzymatic changes and contributing of flavors by means of breakdown of products. So we can say that the microorganism always produces enzymatic changes and contributing of flavors by means of breakdown of products. See, what are the important microorganisms in food? ഏതൊക്കെയാണ് പ്രധാനമായിട്ടും ഫുഡിലുള്ള മൈക്രോ ഓർഗാനിസം? Good one and bad ones are there. What are the good microorganisms present in the food? First one, food bioprocessing, desirable ആണ്. ഫുഡ് ബയോപ്രിസർവേഷൻ ഡിസൈറബിൾ ആണ്. ഫുഡ് പ്രോബയോട്ടിക്സ്, നമ്മൾ പറയും എന്താണ് പ്രോബയോട്ടിക്സ് എന്നുള്ളത്. ദെൻ ബാഡ് അൺഡിസൈറബിൾ ഫുഡ് ബോൺ ഡിസീസ്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ രോഗമുണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഫുഡ് സ്പോയിലേജ്, മുഴുവൻ ഭക്ഷണ പദാർത്ഥങ്ങൾ നശിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. സോ വി ക്യാൻ ക്ലാസിഫൈഡ് ഓർ വി ക്യാൻ കാറ്റഗറൈസ് ദിസ് ഇൻ ടു ടു ഇമ്പോർട്ടൻറ്റ് കാറ്റഗറി, ദാറ്റ് ഈസ് ഡിസൈറബിൾ ആൻഡ് അൺഡിസൈറബിൾ. ഗുഡ്, ദാറ്റ് ഈസ് ഡിസൈറബിൾ. ആരൊക്കെയാണ് ഡിസൈറബിൾ? ദാറ്റ് ഈസ് ഫുഡ് ബയോപ്രോസസിങ്, മീൻസ് ഫുഡ് പ്രൊഡ്യൂസ് ബൈ യൂസിങ് ബയോളജിക്കൽ പ്രോസസ്. പലപ്പോഴും ചില ഫുഡുകൾ ബയോളജിക്കൽ പ്രോസസ് വഴിയാണ് നമ്മൾ ഉണ്ടാക്കുക. ഇൻ ദിസ് പ്രോസസ് food grade microorganisms are used to produce different type of fermented food using raw material from animal and plant sources. This process known as starter culture. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും what is starter culture? It is nothing but it is a process of food grade microorganisms. അല്ലേ, ചില ഫുഡിന് ഉപയോഗിക്കുന്ന മൈക്രോ ഓർഗാനിസംസ്, ആ മൈക്രോ ഓർഗാനിസത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ വേണ്ട പോലെ ഉണ്ടാക്കാൻ കഴിയുന്ന മൈക്രോ ഓർഗാനിസത്തിന്റെ യൂസ്ഫുൾ കൺസെപ്റ്റിനെയാണ് ഗുഡ് ഓർ ഫുഡ് ബയോപ്രോസസിംഗ് മൈക്രോ ഓർഗാനിസം എന്ന് പറയാം. Beside microbial enzymes are also being used to produce food and food additive. കൂടാതെ beside this, there are certain enzymes are also, microbial enzymes are also using for preservation, or we can say that making of different type of food materials. So we can say that microorganisms are highly beneficial to those concepts. That is why it is called a desirable microorganism. Microorganism found in food. ഫുഡ് സേഫ്റ്റി ഈസ് ഗ്ലോബൽ ഇഷ്യൂ ഇല്ലേ, നമുക്കറിയാമല്ലോ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മൈക്രോബയോളജിക്കാരുടെ സ്കോപ്പ് എന്താന്ന് വെച്ചാൽ ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഉണ്ട്. നമ്മുടെ എല്ലാ, നമുക്കറിയാലോ, നിങ്ങൾ ഏത് ഫുഡ് വാങ്ങുമ്പോൾ അവിടെ ഒരു FSI നമ്പർ ഉണ്ട്, ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ, FSAI എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട നമ്പർ ഉണ്ടാവും. ദാറ്റ് നമ്പർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് ആ നമ്പറിന്റെ പ്രത്യേകത? അത് ഫുഡ് സേഫ്റ്റി അതോറിറ്റി നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നമ്പറാണ്. സോയിൽ മൈക്രോ ഓർഗാനിസം ക്യാൻ സ്പോയിൽ ഫുഡ്. സോയിൽ മൈക്രോബ്സ് ക്യാൻ സ്പോയിൽ ഫുഡ്. പലപ്പോഴും സോയിലിലെ മൈക്രോ ഓർഗാനിസം മിക്കവാറും ഫുഡിനെ നശിപ്പിക്കും. കണ്ടാമിനേഷൻ ബൈ അൺസാനിറ്റി ഹാൻഡ്ലിംഗ് ഓഫ് ഫുഡ്. കണ്ടാമിനേഷൻ ബൈ അൺസാനിറ്റി ഹാൻഡ്ലിംഗ് ഫുഡ്. ഇംപ്രോപ്പർ സ്റ്റോറേജ് ആൻഡ് പ്രിപ്പറേഷൻ പ്രൊസീജിയേഴ്സ് ക്യാൻ ലീഡ് ടു കണ്ടാമിനേഷൻ ബൈ പാത്തോജൻ. അല്ലെ, നമ്മൾ വൃത്തിയില്ലാത്ത സ്ഥലത്ത് തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ആൾക്കാരുടെ ഒരു സ്റ്റൈലാണ്. നല്ല ചിക്കനൊക്കെ പൊരിച്ചതിന്റെ സ്മെല്ലൊക്കെ ഉണ്ടാവും, പക്ഷെ അതിന്റെ കൂടെ നമുക്ക് കുറച്ച് ബാക്ടീരിയ തരും എന്നുള്ളതാണ്. കുറെ കാലം കഴിഞ്ഞിട്ടാണ് മൈക്രോ ഓർഗാനിസം നമ്മളിൽ അസുഖം ഉണ്ടാക്കുക. അതുവരെ നമ്മൾ വളരെ സ്റ്റൈലായിട്ട് തട്ടുകടയിൽ നിന്ന് കഴിക്കുക എന്നുള്ളൊരു ഫാഷനബിൾ ആയിട്ടൊക്കെ മാറിയിട്ടുണ്ട്. സോ റിമെമ്പർ, ദിസ് ഇസ് വെരി ഡേഞ്ചറസ്. Imports of fruits and vegetables from third world countries can bring in disease and parasite. അല്ലെ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എല്ലാ സമയവും വത്തക്ക ഉണ്ടാവുന്നു. പണ്ടിങ്ങനെ അല്ലായിരുന്നു. നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ വത്തക്ക ഉണ്ടായിരുന്നുള്ളൂ. അല്ലെ, ഒന്നുകിൽ ഏപ്രിൽ മെയ് മാസത്തിലെ, ഇപ്പൊ ഏത് മഴക്കാലത്തും വത്തക്കയാണ്. കാരണം that food materials or that fruits and vegetables are coming from third world countries, and along with these vegetables or fruits, we can say that different types of microorganisms are also visiting our place, hands washed properly. So another important thing, നമ്മൾ പലപ്പോഴും ഹാൻഡ് വാഷ് ചെയ്യില്ല. ഇപ്പം കോവിഡ് വന്നതുകൊണ്ട് we can say that നമ്മളൊക്കെ വളരെ അലേർട്ട് ആണ് about our hygiene. So remember,
the hand wash, proper hand wash is very important as far as the sanitization and microbial contamination is concerned. See, another important one, bread production and sort of bread. അല്ലെ, നമ്മുടെ നാട്ടിലെ ബ്രെഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്, നമ്മൾ എപ്പോഴും നിരന്തരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. Then sort of culture, that is yeast Candelia milleri and Lactobacillus sanforensica, that is 1:100 ratio. German sour rye bread has 4 different yeast species and 13 species of Lactobacillus. So we can say that നമ്മുടെ ഫുഡിൽ ഏറ്റവും നമ്മൾ ഡിസൈറബിൾ കൺസെപ്റ്റിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫുഡിന് എത്രത്തോളം മൈക്രോ ഓർഗാൻസും ഉപകാരപ്പെടും. നമ്മൾ പറയുന്നു പലതരത്തിലുള്ള ബ്രെഡും ഉണ്ടാക്കുന്നതിന് വേണ്ടി മൈക്രോ ഓർഗാനിസത്തിന്റെ ഈസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ജർമ്മൻ സോർ റൈ bread has 4 different yeast species and 13 species of Lactobacillus. Yeast feed on the sugar except maltose. Lactobacillus need maltose, then produce ethyl alcohol and carbon dioxide. Lactobacilli produce lactic and acetic acid, giving the sour flavor. pH 3.6, 4.0 inhabitant microbial growth. So we can say that at a particular pH, this microorganism make beneficial to those to making such type of food materials like bread. Then grains, rye and wheat are harvested dry. അല്ലെ, പലപ്പോഴും നമ്മുടെ നാട്ടിലെ അരി പദാർത്ഥങ്ങളിലെ ഭക്ഷണത്തില് എന്താ പറയാ വിഷബാധ ഏറ്റവും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പലപ്പോഴും ഇത്തരത്തിലുള്ള ഗ്രെയിൻസില് ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ ഫുഡിലൊക്കെ മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസ് ഉണ്ടാവും. ഇഫ് ദേ ഗെറ്റ് വെറ്റ്, മോൾഡ് ആൻഡ് അതർ മൈക്രോബിൽ ഗ്രോ. അല്ലെ, പെട്ടെന്ന് വെറ്റ് ആകുമ്പോൾ ഗ്രീൻസിന്റെ മുകളിൽ ഇപ്പൊ നമ്മൾ ചെറുപയറിന്റെ മുകളിൽ ചെറിയ നനവ് വന്നു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ പെട്ടെന്ന് ഫംഗസ് വരും. ഇൻസെക്ട്, ബേർഡ്സ് ആൻഡ് rodent vectors also transmit microbes. Raw grain with molds, claviceps purpura causes ergotism. Mold is hallucinogenic and deadly. Aspergillus produce alpha toxins. Rhizopus nigricans is most common bread mold. Also Aspergillus, Penicillium and Monixa also making such type of disease. Rye bread likely infected by Bacillus species. So we can say that all these type of grains നമ്മുടെ അരി പദാർത്ഥങ്ങളിൽ എപ്പോഴും ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Then fruits and vegetables നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. Pseudomonas fluorescens are found on surface of fruits and vegetables. Pathogens Salmonella, Shigella, Endomoeba, Ascaris can be transmitted on surface. പലപ്പോഴും പല ഫ്രൂട്ടിലും നമ്മൾ അറിയാതെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ് ഇതെല്ലാം. Leafy vegetables more susceptible to rot by Erwinia carotivora. Penicillium mold on citrus fruits and apples. അല്ലെ, പലതരത്തിലുള്ള വെജിറ്റബിൾസ് നമ്മൾ കഴിക്കുന്ന ചീരന്റെ ഇലയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മൾ കൂളായിട്ട് അത് എടുത്തിട്ട് കഴിക്കാറുണ്ട്. വെള്ളത്തിലൊക്കെ ഇടാതെ വളരെ ലാവിഷ് ആയിട്ടാണ് അതൊക്കെ ചെയ്യുക. സോ റിമെമ്പർ, different type of microorganisms are living there since their starting of leaf production. Fungus Phytophthora infestans caused potato blight. നമുക്ക് ഓൾറെഡി അറിയാം, പൊട്ടറ്റോ ബ്ലൈറ്റിൽ പല തലത്തിലുള്ള ഒരു രാജ്യത്തിലെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ അപര്യാപ്തത ഉണ്ടായ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രസക്തമായിട്ടുള്ള ഈ പറയുന്ന ഫൈറ്റോഫ്തോറ എന്ന് പറയുന്ന നമ്മുടെ പൊട്ടറ്റോയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസീസ് ആണ്. അത് ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഞാൻ പറഞ്ഞത്, അങ്ങനെ ഫുഡിനെ മുഴുവൻ നശിപ്പിച്ച ഒരു രാജ്യം മുഴുവൻ പട്ടിണിയായി പോയിട്ടുണ്ട്. Now using GMO, that is genetically modified organism, to make plant resistant. Tomato rot, Fusarium fungus, Rhizopus injected by insect, peach rot, Monilea verticola. ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസീസുകളാണ്, മൈക്രോ ഓർഗാനിസംസ് ആണ്. സോ റിമെമ്പർ, ഫുഡ് ഐറ്റംസ് ആർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഐറ്റം for helping the microorganism growth. So this growth always making problem to human being, since humans are always depending upon food material for their normal livelihood. Then another important one, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇറച്ചി, അല്ലെ, ചിക്കൻ ആണെങ്കിലും പോത്താണെങ്കിലും ഒക്കെ, it is very important. 70 pathogens found at a slaughterhouse inspected by vet December 2003, first case of mad cow in US. അല്ലെ, അമേരിക്കയിലെ ഒരു പോത്ത് അറവുശാലയിൽ ഏകദേശം 70ഓളം പാത്തോജൻ ഉണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. Stricus los crassus are hung in refrigerator room to age some mold. Rhizopus and mucor. Pseudomonas releases HUS and green coloration. Clostridium cause bone sting deep in carcasses. Ground meat may have helminthes, Trichinella, Lactobacillus should be cooked to kill pathogen. പലപ്പോഴും പലതരത്തിലുള്ള മൈക്രോ ഓർഗാനിസവും നമുക്ക് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള അസുഖങ്ങൾ തരുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്കറിയാലോ, കൊറോണ വന്ന സമയവും
ചൈനയിലെ ഒരു അറവുശാലയിൽ നിന്നാണ് കോവിഡ് എന്ന് പറയുന്ന മാരകമായ വൈറസ്